ഹായ് ഫ്രണ്ട്സ്, സോഷ്യോ റിലീജിയസ് മൂവ്മെന്റ്സ് ചാപ്റ്ററിലെ ഫൗണ്ടേഴ്സ് ആൻഡ് ഓർഗനൈസേഷൻ അടിസ്ഥാനമാക്കിയുള്ള 23 ഇമ്പോർട്ടന്റ് PYQ ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ RRB, SSC, PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹു ഫൗണ്ടഡ് ആത്മീയ സഭ ഇൻ 1815? 1815 ആത്മീയ സഭ സ്ഥാപിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ദേവേന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ സി കേശവ് ചന്ദ്ര സെൻ, ഓപ്ഷൻ ഡി സ്വാമി വിവേകാനന്ദ. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഫൗണ്ടഡ് ബ്രഹ്മോ സമാജ് ഇൻ 1828? 1828 ബ്രഹ്മോ സമാജ് സ്ഥാപിച്ചത് ആരാണ്? ദയാനന്ദ് സരസ്വതി, കേശവ് ചന്ദ്ര സെൻ, ആനന്ദ് മോഹൻ ബോസ്, രാജാറാം മോഹൻ റോയ്. ദ ആൻസർ ഈസ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ ആത്മീയ സഭയും ബ്രഹ്മോ സമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു റീനെയിംഡ് ദി സൊസൈറ്റി ആസ് ആദി ബ്രഹ്മോ സമാജ് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് രാജാറാം മോഹൻ റോയ്? ആനന്ദ് മോഹൻ ബോസ്, കേശവ് ചന്ദ്ര സെൻ, ദേവേന്ദ്രനാഥ് ടാഗോർ, രാജാറാം മോഹൻ റോയ്. ഇതിന്റെ ഉത്തരം കിട്ടിയോ? ഓപ്ഷൻ സി ദേവേന്ദ്രനാഥ് ടാഗോർ ആണ് ആദി ബ്രഹ്മ സമാജ് സ്ഥാപിച്ചത്. അതായത് രാജാറാം മോഹൻ റോയുടെ മരണശേഷം ഇത് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട്. അങ്ങനെ സ്പ്ലിറ്റ് ആയതാണ് ആദി ബ്രഹ്മ സമാജ്, ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ, സാധാരണ ബ്രഹ്മ സമാജ്. ഇതിൽ ആദി ബ്രഹ്മ സമാജിന്റെ ലീഡറായിട്ട് ദേവേന്ദ്രനാഥ് ടാഗോറും ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യയുടെ ലീഡറായിട്ട് കേശവ് ചന്ദ്ര സെന്നും സാധാരണ ബ്രഹ്മ സമാജിന്റെ ലീഡറായിട്ട് ആനന്ദ് മോഹൻ ബോസുമാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വാസ് ദി നെയിം ഓഫ് ദി ബ്രാഞ്ച് ലെഡ് ബൈ കേശവ് ചന്ദ്ര സെൻ ആഫ്റ്റർ ദി സ്പ്ലിറ്റ് ഓഫ് ബ്രഹ്മ സമാജ് ഇൻ 1866? 1866 ബ്രഹ്മ സമാജ് സ്പ്ലിറ്റ് ആയതിനു ശേഷം കേശവ് ചന്ദ്ര സെൻ എന്തിന്റെ ലീഡർഷിപ്പിലാണ് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സാധാരണ ബ്രഹ്മ സമാജ്, ആദി ബ്രഹ്മ സമാജ്, ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ, ആര്യ സമാജ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യയുടെ ലീഡറായിട്ടാണ് കേശവ് ചന്ദ്ര സെൻ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു ഫൗണ്ടഡ് സാധാരണ ബ്രഹ്മ സമാജ് ഇൻ 1878? 1878 സാധാരണ ബ്രഹ്മ സമാജ് സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആനന്ദ് മോഹൻ ബോസ് ആൻഡ് ശിവനാഥ് ശാസ്ത്രി, ഓപ്ഷൻ ബി രാജാറാം മോഹൻ റോയ്, ഓപ്ഷൻ സി ദേവേന്ദ്രനാഥ് ടാഗോർ ആൻഡ് ഓപ്ഷൻ ഡി കേശവ് ചന്ദ്ര സെൻ. ഇതും ഡിസ്കസ് ചെയ്തു അല്ലേ? സാധാരണ ബ്രഹ്മ സമാജിന്റെ നേതൃത്വത്തിൽ വരുന്നത് ആനന്ദ് മോഹൻ ബോസും ശിവനാഥ് ശാസ്ത്രിയുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു ഫൗണ്ടഡ് ദി യങ് ബംഗാൾ മൂവ്മെന്റ്? ആരാണ് യങ് ബംഗാൾ മൂവ്മെന്റ് സ്ഥാപിച്ചത്? ഗോപാലകൃഷ്ണ ഗോഖലെ, ജ്യോതിബ ഫുലെ, ശിവനാഥ് ശാസ്ത്രി, ഹെൻറി വിവിയൻ ഡെറോസിയോ. ദ ആൻസർ ഈസ് ഹെൻറി വിവിയൻ ഡെറോസിയോ. ഇദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് അറിയപ്പെടുന്നത് ഡെറോസിയൻസ് എന്നാണ് കേട്ടോ. 22 വയസ്സ് വരെ മാത്രമേ ഇദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. കോളറ ബാധിച്ച് 22-ാം വയസ്സിൽ മരണപ്പെട്ട വ്യക്തിയാണ് ഹെൻറി വിവിയൻ ഡെറോസിയോ. ഹു ഫൗണ്ടഡ് പ്രാർത്ഥന സമാജ് ഇൻ 1867? 1867 പ്രാർത്ഥന സമാജ് സ്ഥാപിച്ചത് ആരാണ്? ആത്മാറാം പാണ്ഡുരംഗ്, കേശവ് ചന്ദ്ര സെൻ, രാജാറാം മോഹൻ റോയ്, ദയാനന്ദ് സരസ്വതി. ഈ ക്വസ്റ്റ്യൻ ഓർത്തു വെക്കാൻ ഒരു ചെറിയ ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. പാണ്ഡുരംഗ് പാണ്ഡു വന്നപ്പോൾ പ്രാർത്ഥിച്ച ഉണ്ടായ സമാജമാണ് പ്രാർത്ഥനാ സമാജ് എന്ന് ഓർത്തു വെച്ചാൽ മതി. അങ്ങനെ നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. പ്രാർത്ഥനാ സമാജ്, ആത്മാറാം പാണ്ഡുരംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഫൗണ്ടഡ് ദി ഹിതകാരിണി സമാജം ഇൻ 1906? BR അംബേദ്കർ, കണ്ടുകുരി വീരേശലിംഗം, ജ്യോതിറാവ് ഫുലെ, ദയാനന്ദ് സരസ്വതി. ഹിതകാരിണി സമാജ് 1906 സ്ഥാപിച്ചത് ആരാണ് എന്നാണ്. വീരേശലിംഗമാണ് കേട്ടോ ഇതിന്റെ ആൻസർ. അദ്ദേഹം പ്രാർത്ഥനാ സമാജിന്റെ സൗത്ത് ഇന്ത്യയിലെ ലീഡർ ആയിരുന്നു. ഹു ഫൗണ്ടഡ് ദി രാമകൃഷ്ണ മിഷൻ ഇൻ 1897? രാമകൃഷ്ണ പരമഹംസ, രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ, കേശവ് ചന്ദ്ര സെൻ. എല്ലാവരും പെട്ടെന്ന് രാമകൃഷ്ണ പരമഹംസ ആൻസർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ഡിസൈപ്പിൾ ആയിട്ടുള്ള സ്വാമി വിവേകാനന്ദയാണ് 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹു ഫൗണ്ടഡ് ആര്യ സമാജ് ഇൻ 1875? 1875 ആര്യ സമാജ് സ്ഥാപിച്ചത് ആരാണ്? രാജാറാം മോഹൻ റോയ്, സ്വാമി വിവേകാനന്ദ, സ്വാമി ദയാനന്ദ് സരസ്വതി, ആത്മാറാം പാണ്ഡുരംഗ്. പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാറാം പാണ്ഡുരംഗ് എന്തായിരുന്നു? പ്രാർത്ഥനാ സമാജായിരുന്നു അല്ലെ? സ്വാമി വിവേകാനന്ദ രാമകൃഷ്ണ മിഷൻ ആയിരുന്നു. രാജാറാം മോഹൻ റോയ് ആത്മീയ സഭയും ബ്രഹ്മ സമാജമായിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസർ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജ് 1875 സ്ഥാപിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 11. ഹു സ്റ്റാർട്ടഡ് ദി ശുദ്ധി മൂവ്മെന്റ്? ആരാണ് ശുദ്ധി മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സ്വാമി ശ്രദ്ധാനന്ദ്, സ്വാമി വിവേകാനന്ദ, സ്വാമി ദയാനന്ദ് സരസ്വതി, രാജാറാം മോഹൻ റോയ്. ഇതിന്റെ ആൻസറും സ്വാമി ദയാനന്ദ് സരസ്വതിയാണ് കേട്ടോ. അപ്പൊ ആര്യ സമാജും ശുദ്ധി മൂവ്മെന്റും സ്വാമി ദയാനന്ദ് സരസ്വതി. ഹു ഫൗണ്ടഡ് ദി ഫസ്റ്റ് ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ ഇൻ 1886? സ്വാമി ദയാനന്ദ് സരസ്വതി, സ്വാമി വിവേകാനന്ദ, ലാലാ ലജ്പത് റായ്, മഹാത്മാ ഹൻസ്രാജ്. ഇതും പെട്ടെന്ന് ദയാനന്ദ സരസ്വതിയിൽ ആൻസർ ചെയ്യാൻ ചാൻസ് ഉണ്ട്.
എന്നാൽ അതല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള മഹാത്മാ ഹാൻസ് രാജാണ് ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ 1886 സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഫൗണ്ടഡ് ദി ദേവ സമാജ് അറ്റ് ലാഹോർ ഇൻ 1887? ഇത് കണക്ട് ചെയ്യാൻ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ദേവ സമാജ് അല്ലെ ദൈവം, ദേവൻ വരുമ്പോൾ ദേവന്മാരെ പേരുമായിട്ട് കണക്ട് ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് ഏതായിരിക്കും അത്? സ്വാമി ശ്രദ്ധാനന്ദാണോ, ശിവനാരായൺ അഗ്നിഹോത്രിയാണോ, സ്വാമി ദയാനന്ദ് സരസ്വതിയാണോ, ലാലാ ലജപത് റായ് ആണോ? ശിവ് നാരായൺ അഗ്നിഹോത്രി. ശിവനും ഉണ്ട്, വിഷ്ണു ഉണ്ട്, അഗ്നിയുണ്ട് അല്ലെ. ശിവ് നാരായൺ അഗ്നിഹോത്രിയാണ് ദേവസമാജം ലാഹോറിൽ 1887 സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഫൗണ്ടഡ് ദി തിയോസഫിക്കൽ സൊസൈറ്റി ഇൻ 1875? 1875 തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ആനി ബസന്റ്, മാഡം ഹെലന ബ്ലവൻസ്കി ആൻഡ് ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ട്, സ്വാമി ദയാനന്ദ് സരസ്വതി, അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇതിന്റെ ആൻസർ ഹെലേന ബ്ലവൻസ്കിയും ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ടും ചേർന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റി 1875 ന്യൂയോർക്കിലാണ് കേട്ടോ ഇത് സ്ഥാപിതമായത്. എന്നാൽ പ്രസിഡന്റായിട്ട് ആനി ബസന്റ് പിന്നെ വരുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഫൗണ്ടേഴ്സ് എന്നറിയപ്പെടുന്നത് ഇവർ രണ്ടുപേരുമാണ്. ഹൂ ബിക്കം ദി പ്രസിഡന്റ് ഓഫ് ദി തിയോസഫിക്കൽ സൊസൈറ്റി ഇൻ 1907? 1907 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായി വന്നത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. മാഡം ബ്ലവറ്റ്സ്കി, ഹെൻറി സ്റ്റീൽ ഓൾക്കോട്ട്, ആനി ബസന്റ്, അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇതിന്റെ ആൻസർ ആണ് ആനി ബസന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഫൗണ്ടഡ് ദി സെൻട്രൽ ഹിന്ദു കോളേജ് ഇൻ 1898? 1898 സെൻട്രൽ ഹിന്ദു കോളേജ് ആരാണ് സ്ഥാപിച്ചത്? സ്വാമി ദയാനന്ദ് സരസ്വതി, മദൻ മോഹൻ മാളവ്യ, ആനി ബസന്റ്, എച്ച് പി ബ്ലവറ്റ്സ്കി. ഇതിന്റെ ആൻസർ ആനി ബസന്റ്. ആനി ബസന്റ് ആട്ടോ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൂ ഫൗണ്ടഡ് സത്യശോധക് സമാജ് ഇൻ 1873? 1873 ആരാണ് സത്യശോധക് സമാജ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ്, ജ്യോതിറാവ് ഫുലെ ഓർ ജ്യോതിബ ഫുലെ, സ്വാമി ദയാനന്ദ് സരസ്വതി, ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഇത് കണക്ട് ചെയ്യാൻ ഒരു ട്രിക്ക് പറഞ്ഞു തരാം. സത്യജ്യോതി എന്ന് ആലോചിച്ചാൽ മതി. സത്യജ്യോതി, സത്യശോധക് സമാജ്, ജ്യോതിബ ഫുലെ ഓർ ജ്യോതിറാവ് ഫുലെ, സത്യജ്യോതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഫൗണ്ടഡ് ശാരദാ സദൻ ഇൻ 1889? 1889 ആരാണ് ശാരദാ സദൻ സ്ഥാപിച്ചതെന്നാണ് ചോദ്യം. ഇതിന്റെ ആൻസർ പണ്ഡിത രമാബായ്. ഹൂ ഫൗണ്ടഡ് ആര്യ മഹിളാ സമാജ് ഇൻ 1882? ഈ രണ്ട് ക്വസ്റ്റിന്റെ ആൻസർ പണ്ഡിത രമാബായി ആണ് കേട്ടോ. വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടഡ് ബൈ സർ സെയ്ദ് അഹമ്മദ് ഖാൻ ഇൻ 1875 ലേറ്റർ ബിക്കം അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി? 1875 സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന ചോദ്യം. അത് പിന്നീട് എന്തായി അറിയപ്പെട്ടു? അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നറിയപ്പെട്ടു. ഓപ്ഷൻ എ അലിഗർ ഇൻസ്റ്റിറ്റ്യൂട്ട്, നദ്വത്ത് ഉൽ ഉലാമ, ദിയോബന്ദ് സ്കൂൾ, മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്. അലിഗർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് എഴുതാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആണ് 1875 സർ സെയ്ദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ചത്. അതാണ് പിന്നീട് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്നറിയപ്പെട്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 21 ഹൂ ഫൗണ്ടഡ് ദി അലിഗർ മൂവ്മെന്റ്? ആരാണ് അലിഗർ മൂവ്മെന്റ് സ്ഥാപിച്ചത് അല്ലെങ്കിൽ അലിഗർ മൂവ്മെന്റ് ലീഡർ ആയിരുന്ന ആരാണ്? മുഹമ്മദ് അലി ജിന്ന, സർ സെയ്ദ് അഹമ്മദ് ഖാൻ, ബദറുദ്ദീൻ തിയാബ്ജി, അബ്ദുൽ കലാം ആസാദ്. ദ ആൻസർ ഈസ് സർ സെയ്ദ് അഹമ്മദ് ഖാൻ. ക്വസ്റ്റ്യൻ നമ്പർ 22 ഹൂ ഫൗണ്ടഡ് ദി സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്? ഇത് പെരിയാർ എന്നറിയപ്പെടുന്ന ഒരാളാണ്. പെരിയാർ, തമിഴിൽ പറഞ്ഞത് ഗ്രേറ്റ് ഓൾഡ് മാൻ എന്നെല്ലാം പറഞ്ഞ പെരിയാർ. ഇതിന്റെ ആൻസർ EV രാമസ്വാമി. ഹൂ ഫൗണ്ടഡ് ദി സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഇൻ 1905? 1905 സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ബാൽ ഗംഗാധർ തിലകാണോ, ഗോപാലകൃഷ്ണ ഗോഖലെയാണോ, ദാദാഭായ് നവറോജിയാണോ, ലാലാ ലജപത് റായ് ആണോ? ദ ആൻസർ ഈസ് ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ക്യുക്കായിട്ടൊന്ന് റിവൈസ് ചെയ്താലോ. ആത്മീയ സഭ ആരാണ് സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ്. ബ്രഹ്മ സമാജ് രാജാറാം മോഹൻ റോയ്. ആദി ബ്രഹ്മ സമാജ് ദേവേന്ദ്രനാഥ് ടാഗോർ. ബ്രഹ്മ സമാജ് ഓഫ് ഇന്ത്യ കേശവ് ചന്ദ്ര സെൻ. സാധാരണ ബ്രഹ്മ സമാജ് ആനന്ദ് മോഹൻ ബോസ് ആൻഡ് ശിബിനാഥ് ശാസ്ത്രി. യങ് ബംഗാൾ മൂവ്മെന്റ് ഹെൻറി വിവിയൻ ഡെറോസിയോ. പ്രാർത്ഥനാ സമാജ് പാണ്ഡു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെ, ആത്മാറാം പാണ്ഡുരംഗ്. ഹിതകാരിണി സമാജ് വീരേശലിംഗം. രാമകൃഷ്ണ മിഷൻ ശ്രീരാമകൃഷ്ണ പരമഹംസയല്ല, ആരാണ് അദ്ദേഹത്തിന്റെ ശിഷ്യനായ വിവേകാനന്ദ, സ്വാമി വിവേകാനന്ദ. ആര്യ സമാജ് സ്വാമി ദയാനന്ദ് സരസ്വതി. ശുദ്ധി മൂവ്മെന്റ് സ്വാമി ദയാനന്ദ് സരസ്വതി. ആര്യ സമാജും ശുദ്ധി മൂവ്മെന്റും സ്വാമി ദയാനന്ദ് സരസ്വതി. ഫസ്റ്റ് ദേവ് സ്കൂൾ ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ അല്ലെ, മഹാത്മാ എൻസരാജ്. ദേവ് സമാജ് ശിവനാരായൺ അഗ്നിഹോത്രി. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലവറ്റ്സ്കി ആൻഡ് കേണൽ ഹെൻറി ഓൾക്കോട്ട്. തിയോസഫിക്കൽ സൊസൈറ്റി പ്രസിഡന്റ് 1907 ആരായിരുന്നു? ആനി ബസന്റ്. സെൻട്രൽ ഹിന്ദു കോളേജ് അതും ആനി ബസന്റ്.
സത്യശോധക് സമാജ്, സത്യജ്യോതി അല്ലേ, സത്യജ്യോതി, ജ്യോതിബ ഫുലെ. ശാരദാ സദൻ, പണ്ഡിത രമാബായി. ആര്യ മഹിളാ സമാജ്, അത് രണ്ടും പണ്ഡിത രമാബായി. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. അലിഗർ മൂവ്മെന്റ്, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ്, പെരിയാർ എന്നറിയപ്പെടുന്ന ഇ.വി. രാമസ്വാമി. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി, ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോഷ്യോ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് ചാപ്റ്ററിലെ 23 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ചാപ്റ്റർ വൈസ് PYQ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്